ഹായ് എവറി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് പോകാം കേട്ടോ. കേൾക്കുമ്പോൾ അതായത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇംഗ്ലീഷിലേക്ക് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ കുറച്ച് കുഞ്ഞു സെൻറ്റൻസുകളാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, എന്താണ് സ്വർണത്തിൻ്റെ വില കുറഞ്ഞു, അല്ലെങ്കിൽ പച്ചക്കറിയുടെ വില കുറഞ്ഞു, റബ്ബർ ഷീറ്റിൻ്റെ വില കുറഞ്ഞു, പാലിൻ്റെ വില കുറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഓരോന്ന് കുറഞ്ഞു എന്ന് പറയാറുണ്ടല്ലോ അല്ലെ. അതുപോലെ സ്നേഹത്തിന്റെ വില കുറഞ്ഞു, ബന്ധത്തിന്റെ വില കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, സ്വർണത്തിന്റെ വില കുറഞ്ഞു. ഇതെങ്ങനെ നമുക്ക് പറയാമെന്നറിയോ? ദ പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് ഡൗൺ. ഡൗൺ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? താഴ്ന്നു പോവാന്നാണ് അല്ലെ. താഴെ എന്നൊക്കെയാണ് നമ്മൾ ഡൗൺ എന്നുള്ളതിന് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെച്ച മീനിങ്ങിലെ. അപ്പോൾ ദ പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് ഡൗൺ. ദ പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് ഡൗൺ. സ്വർണത്തിന്റെ വില കുറഞ്ഞു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കൂടി എന്ന് പറയുകയാണെങ്കിലോ അപ്പ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദ പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് അപ്പ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. സ്നേഹത്തിന്റെ വില കുറഞ്ഞു അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മൂല്യം കുറഞ്ഞു എന്ന് എങ്ങനെ പറയാം? ദ വാല്യൂ ഓഫ് ലവ് ഈസ് ഡൗൺ. ദ വാല്യൂ ഓഫ് ലവ് ഈസ് ഡൗൺ. എങ്ങനെ പറയാം? ദ വാല്യൂ ഓഫ് ലവ് ഈസ് ഡൗൺ. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു കാര്യവും കുറഞ്ഞു എന്ന് പറയാനായിട്ട് എങ്ങനെ പറയാം? നമുക്ക് ഡൗൺ എന്ന് വെച്ചിട്ട് പറയാം അല്ലേ. അപ്പൊ ഡൗണിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? കൂടി, അപ്പ് എന്നാട്ടോ. ഓക്കെ, ഇനി വേറൊരു സെന്റൻസ് പറയാണ്, പച്ചക്കറിയുടെ വില കുറഞ്ഞു. ഇതെങ്ങനെ പറയാം നമുക്ക്? ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾ ഈസ് ഡൗൺ. ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾ ഈസ് ഡൗൺ. ഓക്കെ, ദെൻ വെള്ളം താന്നു പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി അല്ലേ. നമ്മൾ അങ്ങനെ പറയാം, വെള്ളം താണു പോയി എന്നാലേ കിണറ്റിലെ വെള്ളം താന്നു പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി. ഇതെങ്ങനെ നമുക്ക് പറയാം? ദ വാട്ടർ ഈസ് ഡൗൺ. വെള്ളം കുറഞ്ഞു പോയി. ദ വാട്ടർ ഈസ് ഡൗൺ. വേറൊരു കാര്യം പറയാണ്, റബ്ബർ ഷീറ്റിന്റെ വില കുത്തനെ താന്നു പോയി അല്ലെങ്കിൽ കുത്തനെ കുറഞ്ഞു പോയി. ഇതെങ്ങനെ നമുക്ക് പറയാം? പ്രൈസ് ഓഫ് റബ്ബർ ഷീറ്റ് ഈസ് ഡൗൺ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് റബ്ബർ ഈസ് ഡൗൺ. റബ്ബർ ഷീറ്റ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ദ പ്രൈസ് ഓഫ് റബ്ബർ ഈസ് ഡൗൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഡൗൺ കുറഞ്ഞു എന്നാണ് പഠിച്ചത്. അതേപോലെ തന്നെ അപ്പ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പ് കൂടി എന്നുള്ളത് അല്ലേ. അപ്പൊ ദ പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് അപ്പ് എന്ന് വെച്ചാൽ സ്വർണത്തിന്റെ വില കൂടി. ദ പ്രൈസ് ഈസ് അപ്പ് എന്ന് വെച്ചാൽ വില കൂടി. ദ പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് അപ്പ്, സ്വർണത്തിന്റെ വില കൂടി. ഓക്കെ, നെക്സ്റ്റ് റബ്ബറിന്റെ വില കൂടി. ദ പ്രൈസ് ഓഫ് റബ്ബർ ഈസ് അപ്പ്. ദ പ്രൈസ് ഓഫ് റബ്ബർ ഈസ് അപ്പ്. ദെൻ തണുപ്പ് കൂടി, കോൾഡ് ഈസ് അപ്പ്. ചൂട് കൂടി, ഹീറ്റ് ഈസ് അപ്പ്. ഇനി അയാളുടെ നിലവാരം കൂടി, ഹിസ് സ്റ്റാൻഡേർഡ് ഈസ് അപ്പ്. ഹിസ് സ്റ്റാൻഡേർഡ് ഈസ് അപ്പ്. ഓക്കെ, അപ്പൊ അയാളുടെ നിലവാരം കുറഞ്ഞു എന്നാണെങ്കിലോ ഹിസ് സ്റ്റാൻഡേർഡ് ഈസ് ഡൗൺ അല്ലേ. അപ്പൊ ഹിസ് സ്റ്റാൻഡേർഡ് ഈസ് അപ്പ്, അയാളുടെ നിലവാരം കൂടി. നെക്സ്റ്റ് ഹി ഈസ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അയാൾ കൂടി എന്നാണ്, അല്ല അയാൾ ഉണർന്നു എന്നാണ് കേട്ടോ. ഹി ഈസ് അപ്പ്. അപ്പൊ ഇവിടെ എന്താണ്? ഉണർന്നു എന്നുള്ള മീനിങ് ആണ് അപ്പിന് വരാം കേട്ടോ. ഈസ് അപ്പ്, അയാൾ ഉണർന്നു. ഇനി അയാൾ ഇതുവരെ ഉറക്കത്തുനിന്ന് ഉണർന്നിട്ടില്ല. ഇതിങ്ങനെ നമുക്ക് പറയാം, ഹി ഈസ് നോട്ട് യെറ്റ് അപ്പ്. ഹി ഈസ് നോട്ട് യെറ്റ് അപ്പ്, അയാൾ ഇതുവരെ ഉറക്കത്തുനിന്ന് ഉണർന്നിട്ടില്ല. നമ്മൾ പറയാറുണ്ട് സൂര്യൻ ഉദിച്ചു. ഇവിടെ നമുക്ക് അപ്പ് യൂസ് ചെയ്യാം. എങ്ങനെ പറയാം? ദ സൺ ഈസ് അപ്പ്. സൂര്യൻ ഉണർന്നു എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചു. ദ സൺ ഈസ് അപ്പ്. നക്ഷത്രങ്ങളെല്ലാം ഉദിച്ചു കഴിഞ്ഞു. എങ്ങനെ പറയാം? ഓൾ ദ സ്റ്റാർസ് ആർ അപ്പ്. ഓൾ ദ സ്റ്റാർസ് ആർ അപ്പ്. എല്ലാ നക്ഷത്രങ്ങളും ഉണർന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ ആകാശത്ത് തെളിഞ്ഞു കഴിഞ്ഞു. ഓൾ ദ സ്റ്റാർസ് ആർ അപ്പ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അപ്പ് എന്ന് വെച്ചാൽ ഉണരുക, ഉയർന്നു എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് ബാക്ക് എന്ന് വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസ് ആട്ടോ. ബാക്ക് നമ്മൾ എന്താണ്? പുറകിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചല്ലേ. അതേപോലെ തന്നെ നമുക്കറിയാം തിരിച്ചു വന്നു എന്നുള്ളത്, തിരിച്ചു പോകുക, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ബാക്ക് എന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ ഈ ബാക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ഓക്കെ, അവൻ തിരിച്ചു വന്നു. ഹി ഈസ് ബാക്ക്. അവൻ തിരിച്ചു വന്നു. ഹി ഈസ് ബാക്ക്. ഞാൻ തിരിച്ചു വന്നു. ഐ ആം ബാക്ക്. സിമ്പിൾ ആയിട്ട് പറയാട്ടോ. ഐ ആം ബാക്ക്. ഞാൻ തിരിച്ചു വന്നു. ഹി ഈസ് ബാക്ക്. അവൻ തിരിച്ചു വന്നു. നെക്സ്റ്റ്, അവൻ ടൗണിൽ പോയിട്ട് തിരിച്ചു വന്നു അല്ലെങ്കിൽ ടൗണിൽ നിന്നും തിരിച്ചു വന്നു എന്ന് എങ്ങനെ നമുക്ക് പറയാം? ഹി ഈസ് ബാക്ക് ഫ്രം ടൗൺ. ഹി ഈസ് ബാക്ക് ഫ്രം ദി ടൗൺ. അവൻ ടൗണിൽ നിന്നും തിരിച്ചു വന്നു. ദെൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കാണ്, അവൻ ടൗണിൽ നിന്ന് തിരിച്ചു വന്നു. ടൗണിൽ പോയിട്ട് തിരിച്ചു വന്നു നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? ഈസ് ഹി ബാക്ക് ഫ്രം ദി ടൗൺ. ഈസ് ഹി ബാക്ക് ഫ്രം ദി ടൗൺ. ഈസ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട്, ഈസ് എന്നുള്ള ഓക്സിലറി വേർബ് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? റിപ്ലൈ എന്തായിരിക്കും? ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും കേട്ടോ. അതാണ് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവൻ ടൗണിൽ നിന്നും തിരിച്ചു വന്നു. ഈസ് ഹി ബാക്ക്
ഫ്രം ടൗൺ? ഈസ് ഹി ബാക്ക് ഫ്രം മാർക്കറ്റ്? ഈസ് ഹി ബാക്ക് ഫ്രം ദ സ്കൂൾ? അവൻ സ്കൂളിൽ നിന്നും തിരിച്ചു വന്നോ? ഓക്കെ, അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ആ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നെഗറ്റീവ് സെന്റൻസ് അല്ലേ, അപ്പൊ നമ്മളൊരു നോട്ട് ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ? ഹി ഈസ് നോട്ട് ബാക്ക് യെറ്റ്. ഹി ഈസ് നോട്ട് ബാക്ക് യെറ്റ്. യെറ്റ് ഇതുവരെ എന്നാട്ടോ. അപ്പോൾ ഹി ഈസ് നോട്ട് ബാക്ക് യെറ്റ്. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ബസ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ദ ബസ് ഈസ് നോട്ട് ബാക്ക് യെറ്റ്. ദ ബസ് ഈസ് നോട്ട് ബാക്ക് യെറ്റ്. ബസ് ഈസ് നോട്ട് ബാക്ക് യെറ്റ്. മനസ്സിലായല്ലോ? വേറൊരു കാര്യം പറയാണ്, എന്താ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? എന്താ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത്? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? വൈ ആർ യു ബാക്ക് സോ ഏർലി? വൈ ആർ യു ബാക്ക് സോ ഏർലി? യു എന്നായതുകൊണ്ട് നമ്മൾ ആർ എന്ന് യൂസ് ചെയ്തു കേട്ടോ. വൈ ആർ യു ബാക്ക് സോ ഏർലി? എന്താ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത്? എങ്ങനെ പറയാം? വൈ ആർ യു ബാക്ക് സോ ഏർലി. ഇനി വേറൊരു സെന്റൻസ് പറയണം, ആ കള്ളൻ വീണ്ടും തിരിച്ചു വന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? ആ കള്ളൻ. കള്ളൻ എന്നുള്ളതിനെ നമ്മൾ സാധാരണ തീഫ് എന്ന് പറയില്ലേ? അപ്പോൾ ദാറ്റ് തീഫ് ഈസ് ബാക്ക് അഗെയിൻ. അഗെയിൻ എന്ന് വെച്ചാൽ വീണ്ടും. അപ്പോൾ ദാറ്റ് thief is back again. That thief is back again. ആ കള്ളൻ വീണ്ടും തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ ബാക്ക് എന്നുള്ള വേർഡ് വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് പറയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലല്ലോ. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആവാനായിട്ട് ഒന്നും തന്നെ നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ സാധാരണ പറയുന്നതാണ് എക്സാം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞു, അല്ലെങ്കിൽ ടാങ്കില് വെള്ളം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതെങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, ഇത് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഓവർ എന്നുള്ള വേർഡ് മാത്രം യൂസ് ചെയ്താൽ മതി. ഓവർ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ പറയാവുന്നതായിട്ടോ. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയട്ടെ. എക്സാം കഴിഞ്ഞു. ദ എക്സാം ഈസ് ഓവർ. ദ എക്സാം ഈസ് ഓവർ. എക്സാം കഴിഞ്ഞു. ദ എക്സാം ഈസ് ഓവർ. അതുപോലെ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു. ദ ഇന്റർവ്യൂ ഈസ് ഓവർ. ദ ഇന്റർവ്യൂ ഈസ് ഓവർ. നമ്മൾ പറയാറുണ്ട് മഴ പോയി എന്ന് വെച്ചാൽ മഴ കഴിഞ്ഞു നമ്മൾ പറയാറില്ലല്ലോ. മഴ പോയി എന്നാണ് നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ മഴ നിന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? ദ റെയിൻ ഈസ് ഓവർ. ദ റെയിൻ ഈസ് ഓവർ. മഴ പോയി. ഓക്കെ, മഴ പോയി. കഴിഞ്ഞു നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ മഴ നിന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാറില്ല. അപ്പൊ ദ റെയിൻ ഈസ് ഓവർ എന്ന് പറയാം കേട്ടോ. വേറൊരു സെന്റൻസ് പറയണം ഞാൻ. എന്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്റെ അടുക്കള പണിയൊക്കെ തീർന്നു. ഇതെങ്ങനെ പറയാം? മൈ കിച്ചൺ വർക്ക് ഈസ് ഓവർ. മൈ കിച്ചൺ വർക്ക് ഈസ് ഓവർ. എന്റെ അടുക്കള പണി കഴിഞ്ഞു. മൈ കിച്ചൺ വർക്ക് ഈസ് ഓവർ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാണ്, എന്റെ കഷ്ടകാലം കഴിഞ്ഞു. ഇതെങ്ങനെ നമുക്ക് പറയാം? കഷ്ടകാലം എന്നുള്ളതിന് ഹാർഡ് ടൈംസ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്റെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞു. മൈ ഹാർഡ് ടൈം ഈസ് ഓവർ. മൈ ഹാർഡ് ടൈം ഈസ് ഓവർ. എന്റെ കഷ്ടകാലം കഴിഞ്ഞു. അവന്റെ കഷ്ടകാലം കഴിഞ്ഞു. ഹിസ് ഹാർഡ് ടൈം ഈസ് ഓവർ. ഹിസ് ഹാർഡ് ടൈം ഈസ് ഓവർ. വെള്ളം കഴിഞ്ഞു, അല്ലെങ്കിൽ വെള്ളം തീർന്നു. എങ്ങനെ പറയാം? ദ വാട്ടർ ഈസ് ഓവർ. ദ വാട്ടർ ഈസ് ഓവർ. ദെൻ മീറ്റിംഗ് കഴിഞ്ഞു. ദ മീറ്റിംഗ് ഈസ് ഓവർ എന്ന് പറയാട്ടോ. അപ്പൊ മനസ്സിലായല്ലോ, ഓവർ എന്ന് വെച്ചാൽ കഴിഞ്ഞു, തീർന്നു ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ദെൻ വേറൊരു കാര്യമാണ് ഫുൾ. ഫുൾ എന്ന് വെച്ചാൽ എന്താണ്? നിറഞ്ഞു എന്നാണ് അല്ലേ മീനിങ്. ഫുള്ളായി എന്ന് പറയില്ലേ നമ്മൾ? സീറ്റൊക്കെ ഫുള്ളായി, അല്ലെങ്കിൽ ചാക്ക് ഫുള്ളായി, റൂം ഫുള്ളായി എന്നൊക്കെ, ബസ് ഫുള്ളായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇംഗ്ലീഷിലെ സെന്റൻസ് നോക്കാം അല്ലേ. എങ്ങനെ നമുക്ക് പറഞ്ഞു നോക്കാം? ബക്കറ്റ് ഫുള്ളായി. ബക്കറ്റ് നിറഞ്ഞു. ദ ബക്കറ്റ് ഈസ് ഫുൾ. ദ ബക്കറ്റ് ഈസ് full. The class is full. All the seats are full. എല്ലാ സീറ്റുകളും ഫുള്ളായി. All the seats are full. The room is full. റൂം നിറഞ്ഞു. റൂം ഈസ് ഫുൾ. ഓക്കെ, ബസ് ഈസ് ഫുൾ. ബസ് നിറഞ്ഞു. ബസ്സിലെ ആളുകൾ നിറഞ്ഞു. ബസ് ഈസ് ഫുൾ. ഐ ആം ഫുൾ എന്ന് വെച്ചാൽ എന്താണ്? എന്റെ വയറ് നിറഞ്ഞു. ഞാൻ ഫുള്ളായി. എന്റെ വയറ് നിറഞ്ഞു. ഐ ആം ഫുൾ. ദെൻ എൻ്റെ വയറ് ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ ആം നോട്ട് എറ്റ് ഫുൾ. എറ്റ് ഇതുവരെ നമ്മൾ പഠിച്ചായിരിക്കും. ഐ ആം നോട്ട് എറ്റ് ഫുൾ. എന്താണ്? ഞാൻ ഇതുവരെ നിറഞ്ഞിട്ടില്ല. എൻ്റെ വയറ് ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഐ ആം നോട്ട് എറ്റ് ഫുൾ. ദെൻ സീറ്റുകളൊന്നും ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ പറയാം? ദ സീറ്റ്സ് ആർ നോട്ട് യെറ്റ് ഫുൾ. ദ സീറ്റ്സ് ആർ നോട്ട് യെറ്റ് ഫുൾ. എറ്റ് ഇതുവരെ എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി വേറൊരു കാര്യം നമ്മൾ പഠിക്കാനുള്ളത്, നമ്മൾ പറയാറുണ്ടല്ലോ എന്താണ്? മടുത്തു പോയി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മടുത്തു പോയി എന്ന് പറയാറുണ്ടല്ലോ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു പോയി. ഈ ഫുഡ് കഴിച്ച് എനിക്ക് മടുത്തു. ഇങ്ങനെയൊക്കെ നമ്മൾ മടുത്തു മടുത്തു എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇത് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഫെഡ് അപ്പ് വിത്ത് എന്ന് മാത്രം യൂസ് ചെയ്താട്ടോ. ഫെഡ് അപ്പ് വിത്ത്. അപ്പോൾ ഐ ആം ഫെഡ് അപ്പ് വിത്ത് സിറ്റിംഗ് ഹിയർ. ഞാൻ ഇവിടെ ഇരുന്ന് മടുത്തു. എങ്ങനെ പറയാം? ഐ ആം
fed up with sitting here. I'm fed up with sitting here. I am fed up with sitting alone. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു. I am fed up with sitting alone. വേറൊരു എക്സാമ്പിൾ, I am fed up with waiting bus. ഞാൻ ബസ് കാത്തു നിന്ന് മടുത്തു. I am fed up with waiting for a bus. I am fed up with waiting for a bus. ബസ്സിന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ മടുത്തു. ദെൻ ഈ ഭക്ഷണം കഴിച്ച് ഞാൻ മടുത്തു. എങ്ങനെ പറയാം? I am fed up with eating this food. I am fed up with eating this food. ഈ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. അല്ലെ I am fed up with having this food. ഇനി തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോമിലും ചോദിക്കാം. നീ മടുത്തോ? അങ്ങനെ നമുക്ക് ചോദിക്കാം Are you fed up with എന്ന് തുടങ്ങാം കേട്ടോ. Are you fed up with sitting here? നീ ഇവിടെ ഇരുന്ന് മടുത്തോ? Are you fed up with sitting here? Are you fed up with eating this food? ഈ ഫുഡ് നീ കഴിച്ച് മടുത്തു. Are you fed up with eating this food? Are you fed up with sitting here alone? നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ? Are you fed up with sitting alone here? അപ്പോൾ are you fed up with എന്ന് ചോദിക്കണമെങ്കിൽ നീ മടുത്തോ എന്നും കൂടെ കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ വളരെ വളരെ ഈസിയാണ് അല്ലേ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്, പക്ഷെ വളരെ വളരെ ഈസിയാണ്. സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്